കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. നിരഞ്ജന അജയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അജയ് ഡ്രസ്സ് മറന്ന് മുറിയിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അജയ് ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ്. പിന്നീട് അജയുടെ കുറെ കാര്യങ്ങളൊക്കെ നിരഞ്ജന പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നിരഞ്ജനയുടെ ആവശ്യം തന്നെ വിവാഹം കഴിക്കണം. അതിൽ കുറഞ്ഞൊരു ആവശ്യം നിരഞ്ജനയ്ക്കില്ലായിരുന്നു. അത് മാത്രമല്ല, ഇനി ഒരു പക്ഷേങ്കിൽ വേറൊരു വിവാഹം കഴിക്കാനായിട്ട് അജയ് തയ്യാറായിട്ടുണ്ടെങ്കിൽ, അപർണയുടെ കഴുത്തിൽ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. താൻ വെറുത്തിട്ടുണ്ടെങ്കിൽ താൻ പിന്നെ എന്താ ചെയ്യാൻ പോകുന്ന പോലും തനിക്ക് അറിയില്ല എന്ന് നിരഞ്ജന മുഖത്ത് നോക്കി പറയാണ് അജയുടെ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഥയെ മുട്ടുന്ന കേട്ടെ. എന്ത് ചെയ്യണം? നിരഞ്ജന പെട്ടെന്ന് പറഞ്ഞു, അജയ് പോയി കഥ തുറക്കാൻ പറയണം. ഞാൻ ഈ കൊലത്ത് ചെന്ന കാരണം കഥ തുറക്കാനെന്ന് പറഞ്ഞാൽ നിരഞ്ജന അവിടെ ഉണ്ട്. നിരഞ്ജന മുഖത്തൊക്കെ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അജയുടെ കയ്യിലൊക്കെ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. അജയ്ക്ക് പെട്ടെന്നൊരു വെപ്രാളം ഉണ്ടായിട്ടുണ്ട്. അജയ് എന്ത് ചെയ്യണം? പെട്ടെന്ന് പോയി കഴുകിയിട്ട് ഇങ്ങോട്ട് വരുവാണ്. കഴുകിയിട്ട് വന്നപ്പോൾ നിരഞ്ജന പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് മാറി നിന്നോളാം, അജയ് പോയി കഥ തുറക്കാൻ പറയാം. അങ്ങനെ അജയ് പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോൾ ജാനകിയായിരുന്നു. ഇതെന്താ അജയ്, നീ കഥ കുറ്റിയിട്ടിരിക്കുന്ന, നീ ഇതുമായിട്ട് റെഡിയായി കഴിഞ്ഞില്ലേ നിൽക്കും. അല്ല ഏട്ടത്തി, ഞാൻ റെഡിയായി. എന്താ എന്താ നിന്റെ മുഖത്തിരി പതർച്ചാന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ശരണ്യയും കൂടെ വരുവാണ്. ശരണ്യയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അജയ്ക്ക്. വല്ലാത്തൊരു വിഷമവും വെപ്രാളവും ഒക്കെ. അല്ല, നിരഞ്ജനെ കണ്ടായിരുന്നോ നീന്ന് ചോദിക്കുക. കണ്ടായിരുന്നു ഏട്ടത്തി. അവളുടെ ഭാവം എന്താ? അവൾ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റോ ചെയ്തെന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയണേ. ഈ സമയം നിരഞ്ജന അകത്തുണ്ട്. കാരണം നിരഞ്ജന അകത്ത് തന്റെ ഉടൊപ്പം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ജാനിയടുത്ത് ഇപ്പൊ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നറിയാം. താനേട്ടത്തേക്ക് വാക്ക് കൊടുത്താണ് ഇനി അവളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവത്തില്ലെന്ന്. ഈ സമയം ജാനകി പറഞ്ഞതേ, അവളെ രണ്ടും കൽപ്പിച്ച അജയ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അവൾക്ക് നീ പിടി കൊടുക്കരുത്. അറിയാലോ, നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും അവളോട് എന്തെങ്കിലും മോഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോഴേ അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കണം. ഹൽദിയാണ്, നാളെ വിവാഹമാണ് നിന്റെ ആ ഒരു ചിന്ത വേണമെന്ന് പറയാം. എനിക്കറിയാം ഏട്ടത്തി. ഈ സമയം ശരണ്യ പറഞ്ഞു, അതെ, ഞാനും ജാനിയടുത്തേയും കൂടെ നിരഞ്ജനെ നോക്കിയോളാം. ഒരു പേടിയും വേണ്ട. ഇനിയിപ്പം അജയേട്ടന് ഈ മുഖത്തെ ടെൻഷൻ ഒക്കെ ഉണ്ട്. ഈ വീട്ടിൽ ആർക്കും ഒരു സംശയം തോന്നണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിയാണെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള മട്ടി ഞങ്ങളുടെ പുറയിന്ന് മാറുന്നില്ലെന്ന് പറയാം. അജയ് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളാൻ പറയണം. അതെ, നീ പെട്ടെന്ന് റെഡിയായിട്ട് താഴേക്ക് വരാൻ പറയണം. ശരിയെന്ന് പറഞ്ഞ് അവരും കൂടി പോവാ. ഈ സമയം അകത്തേക്ക് കയറി അജയ് കഥ അടിച്ചു. ദൈവമേ ഭാഗ്യം, അവർക്ക് സംശയം തോന്നിയില്ല. നിരഞ്ജന പറഞ്ഞു, അപ്പൊ എല്ലാരും കൂടെ കരുതി കൂട്ടിക്കൊണ്ടല്ലേ, അപ്പൊ എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുമല്ലേ, അതൊരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമല്ല അജയ് എന്ന് പറഞ്ഞിട്ട് കഥ തുറന്നും കൂടെ ഇറങ്ങി പോവാണ്. അജയ്ക്ക് വല്ലാത്തൊരു വെപ്രാളവും വിഷമമായി. പിന്നീട് അങ്ങനെ ഹൽദി ചടങ്ങുകൾ നടക്കുവാണ്. ആദ്യം കൊണ്ടുപോയി അജയനെ കൊണ്ട് ഇരുത്തുവാണ്. അജയുടെ മുഖത്താണ് വല്ലാത്തൊരു പരിഭ്രമമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അപർണനെ കൊണ്ടുവരുവാണ്. അപർണ ഭയങ്കര സുന്ദരിയായിട്ട് ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങി അങ്ങോട്ട് വരുന്നേ. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, എന്ത് ഭംഗി അപർണ മോളെ കാണാനായിട്ട്, സുന്ദരിയായിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ പോയിരുന്നു. ഹൽദിക്കുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങുവാണ്. അപ്പം മഞ്ഞളൊക്കെ എല്ലാവരും കൂടെ തേക്കുവേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങി. ഈ സമയം എല്ലാത്തിനും മുൻപില് നിരഞ്ജന ഉണ്ടായിരുന്നു. നിരഞ്ജന പാട്ടിനും ഡാൻസിനും എല്ലാം മുൻപന്തി നിൽക്കുക. ഡാൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അപർണ ഈ കാഴ്ച പറഞ്ഞു, അജയോട് പറഞ്ഞു, എന്ത് ഭംഗിയായിട്ടാ നിരഞ്ജന ഡാൻസ് ചെയ്യുന്നില്ലേ, കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് അജയ് പറഞ്ഞു, എന്ന് പറഞ്ഞ് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തേലും പറഞ്ഞ് തന്റെ വായന്ന് എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. ഈ വിവാഹം എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വിശ്വനാഥൻ തമ്പി എന്താ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. ഒറ്റ മോളേ ഉള്ളൂ. അവളുടെ ജീവിതം തകർന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വിവാഹത്തിന്റെ തലേ ദിവസം ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അജയ്ക്കത്. അതോടൊപ്പം തന്നെ നിരഞ്ജനയെ കാണുമ്പോൾ ഒരു നിമിഷമാണെങ്കിൽ മുള്ളിന്റെ മേലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിരഞ്ജന അവനെ കിടന്ന് ഡാൻസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അജയനെ നോക്കുന്നുണ്ട്. ആ ഒരു നോട്ടം അജയുടെ നെഞ്ചിലേക്കാണ് ആഴ്ന്നിറങ്ങണേ. അവിടുന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് ഓടിയാന്ന് ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഒട്ടും മോശമായ അവസ്ഥയിലായിരുന്നു ശരണ്യയുടെ ജാനകിയുടെ. കാരണം നിരഞ്ജന ഡാൻസ് ചെയ്യുന്ന സമയത്തും അവളുടെ മനസ്സിലെ ആദ്യം എന്താന്നുള്ള കാര്യം അവർക്കറിയാൻ പറ്റും. അവൾ എന്തോ ലക്ഷ്യം വെച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ സമയത്ത് അങ്ങോട്ട് അഭിരാം വന്നിട്ട് ജാനകിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. എന്താ അഭിയേട്ട, എന്താ കാര്യം ചോദിക്കാം. അതെ, എനിക്കിപ്പോ ഉള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയാം. എന്താ അഭിയേട്ട ഇങ്ങനെ സംസാരിക്കുന്നേ? അതെ, ഈ വിവാഹം നടക്കുന്ന പ്രതീക്ഷയെല്ലാം പോയി. ആ നിരഞ്ജന അവൾ ഇങ്ങോട്ട് വളർന്നത് വെറുതെ അല്ലെന്ന് പറയാം. ഈ സമയം ജാനകി പറഞ്ഞേ, ഒന്നും സംഭവിക്കില്ല അഭിയേട്ടാ, നിനക്ക് അങ്ങനെ പറയാം. പക്ഷെ എന്റെ മനസ്സ് വല്ലാത്തൊരു ആദിയാണ്. എന്ത് സംഭവിക്കാം? എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അയാളുടെ മോളുടെ വിവാഹമാണ്. അതിപ്പോ നമ്മുടെ അജയ് കാരണം ആ വിവാഹം മുടങ്ങി ആകെപ്പാടെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റില്ലെന്ന് പറയാം. അജയേട്ടാ, ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആഗ്രഹമുണ്ട് ജാനകി, പക്ഷേ ഒരു കാര്യം നീ മനസ്സ് വെച്ചോ,
വിവാഹം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്ന പോലും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറത്തേക്കായിരിക്കും കാര്യങ്ങൾ. ഈ സമയം ശരണി അങ്ങോട്ട് വന്നു. ശരണ്യനെ കണ്ടു കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു, അതെ ശരണ്യക്ക് കാര്യങ്ങളൊക്കെ അറിയാം അഭിയേട്ടാന്ന് പറയണം. ശരണ്യ പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിരഞ്ജന ഇപ്പൊ ഹൽദിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോളൂന്ന് പറയാം. പിന്നീട് അബീനെ വന്നിട്ട് സൂര്യനാരായണൻ പറഞ്ഞു വിളിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നേ, അങ്ങോട്ട് വരാൻ പറയണ. ഞാൻ വരുവാ അച്ചാന്ന് പറഞ്ഞിട്ട് ആ പറയെ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഹൽദി അങ്ങനെ കെങ്കേമായിട്ട് നടക്കുവാണ്. ഈ സമയത്ത് ജാനകിയാണ് അബിയാണെങ്കിൽ അവരൊക്കെ ചെന്ന് മഞ്ഞളൊക്കെ എടുത്ത് അപർണയുടെയും അജയുടെയും മുഖത്തൊക്കെ പുരട്ടുന്നുണ്ട്. അങ്ങനെ അവസാനം ഹൽദി ചടങ്ങുകളൊക്കെ അവസാനിക്കാറായി. പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് നിരഞ്ജന എല്ലുവാണ്. നിരഞ്ജന ഇന്ന് കുറച്ച് മഞ്ഞൾ കയ്യിലെടുത്തു. മഞ്ഞൾ കയ്യിലെടുത്തിട്ട് അപർണയുടെ മുഖത്ത് പുരട്ടി. പിന്നീട് അജയുടെ മുഖത്തേക്കും കൂടെ പുരട്ടുവാണ്. ഈ സമയം അജയ് ഇങ്ങനെ വിളറി വെളുത്തിരിക്കുവാണ്. ഇവളെന്തേലും വെട്ടി തുറന്ന് പറയോ, ഇവളെന്താ കാണിച്ചു കൂട്ടുന്ന് പറയാൻ പറ്റില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു അബിയുടെയും ജാനകിയുടെ ഒക്കെ. അവരുടെ ഉള്ളു പടഞ്ഞോണ്ടിരിക്കുക. അവൾ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, ഈ കല്യാണം മുടങ്ങും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു പോലും പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ടെൻഷനിലായിരുന്നു എല്ലാവരും. പക്ഷേങ്കിൽ നിരഞ്ജന ഒന്നും പറഞ്ഞില്ല. നിരഞ്ജന ഹൽദി ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി പോവാ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും അബിക്കും ജാനകിക്കും ഒക്കെ വല്ലാത്ത ടെൻഷനാണ്. ഇങ്ങനെ ജാനകി മുറിയിലേക്ക് വന്നിപ്പോ അബി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജാനകി, ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം. അതെന്താ അബിയേട്ട അങ്ങനെ പറഞ്ഞ്? ഒരു പക്ഷെ നമ്മളിപ്പോഴീ സംസാരിക്കുന്നവരുടെ സംസാരമൊന്നും പിന്നീട് ഉണ്ടാവത്തില്ലെന്ന് പറയാ. ഈ വിവാഹം മുടങ്ങി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയാലോ, നീ തന്നെയാണ് ഇതിന് മുൻകൈ എടുത്ത ആള്. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ഒന്നാക്കാനായിട്ട് നീ മുന്നോട്ട് വെച്ച ആശയമാണിത്. പക്ഷേങ്കിൽ ഇത് മൂലം ഇനിയിപ്പോ കുടുംബങ്ങൾ തമ്മിൽ ഒന്നുകൂടെ ശത്രുത കൂടിയിട്ടുണ്ടെങ്കിൽ എന്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ലെന്ന് പറയാ. ഇത് കേട്ടോ ജാനകിക്ക് വല്ലാത്ത സങ്കടമായി. താൻ കാരണമാണല്ലോ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില് ജാനകി നിൽക്കുവാണ്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അജയുടെ. നാളെ വിവാഹമാണ്. ഒരു പക്ഷേങ്കിൽ വിവാഹ പന്തലിലേക്ക് അവള് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ വിവാഹ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോകും. വിവാഹ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ തനിക്ക് അപർണയുടെ ഒരു ജീവൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേങ്കിൽ രണ്ട് കുടുംബങ്ങളെ ഒന്നാക്കാനുള്ള അവസരമാണ്. താൻ കാരണം ഇനി ഇവിടെ വേറൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അച്ഛനും വിശ്വനാഥൻ തമ്പിയും തമ്മിൽ ഒരു പ്രശ്നം ഇനി അടുത്ത് ഉണ്ടാവരുത്. ഒന്ന് പ്രശ്നങ്ങളൊക്കെ പതുക്കെ സോൾവ് ആയി വരുന്ന സമയമാണ്. അങ്ങനെ അന്ന് രാത്രി അജയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഉറങ്ങാൻ പറ്റാത്ത ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നിരഞ്ജന. പിറ്റേ ദിവസം രാവിലെ തന്നെ അജയുടെ വിവാഹത്തിന് പോകാൻ തന്നെ തീരുമാനിച്ചാ കിടക്കണേ. ചെല്ലണം. ചെന്നിട്ട് അജയും അവളുടെ തമ്മിലുള്ള വിവാഹമാണെങ്കിൽ ഇനി അവളെ തന്നെയാണെങ്കിൽ കെട്ടാൻ പോകുന്നെങ്കിൽ താൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. അവിടെ വെച്ച് തന്നെ തന്റെ ജീവിതം അവസാനിപ്പിക്കണം. പിന്നെ തന്റെ ഇങ്ങോട്ടൊരു മടങ്ങിവരവില്ല എന്ന് തന്നെ അവള് തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.